ലോകത്ത് മറ്റെവിടെയുമില്ലാത്തത്ര ആരാധകർ തനിക്ക് ഇന്ത്യയിലുണ്ട്. ഇന്ത്യക്ക് ഇസ്രായേലിനോട് ശരിക്കും ഭ്രാന്തമായ ഇഷ്ടമാണ്. ജോർദാൻ താഴ്വരയിൽ വെച്ച് നെതന്യാഹു പറഞ്ഞ വാക്കുകളാണിത്. ലോകം മുഴുവൻ ഒരു രാജ്യത്തെ ക്രൂരതയുടെ പേരിൽ ഒറ്റപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തെ ചേർത്തു പിടിക്കാൻ നമുക്കെങ്ങനെ സാധിക്കുന്നു? അധിനിവേശത്തിന്റെ കൂട്ടക്കുരുതിയുടെ ചോരക്കറ പുരണ്ട ഒരു രാജ്യം. അവരെ അങ്ങനെ തന്നെയാണ് ലോകം വിശേഷിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ലോക മനസാക്ഷിക്ക് മുന്നിൽ ലജ്ജിപ്പിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പുതിയ പ്രസ്താവനയെക്കുറിച്ചാണ്. ഇന്ത്യയെക്കുറിച്ച് നെതന്യാഹു പറഞ്ഞ ഈ വാക്കുകളാണ് ലോക മനസാക്ഷിയാകുന്ന 4 ചുവരിനുള്ളിൽ പരക്കെ മുഴങ്ങി കേൾക്കുന്നത്. ലോകം മുഴുവൻ ഇസ്രായേലിന്റെ അധിനിവേശത്തെ ചോദ്യം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ മാത്രം തങ്ങളെ നെഞ്ചിലേറ്റുന്നു എന്നാണ് നെതന്യാഹു സർവ്വ അഹങ്കാരത്തോടെയും പറയുന്നത്. ഇതാണോ ഇന്ത്യ കാലങ്ങളായി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ? അതേസമയം ഗസയിലെ 70% പ്രദേശങ്ങളും ഘട്ടം ഘട്ടമായി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് നെതന്യാഹു നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ പോലും കാറ്റിൽ പറത്തിയാണ് ഈ നീക്കം. ഹമാസിനെ ഞെരുക്കുക എന്ന വ്യാജേനെ ഗസയിലെ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയാണ് ഇസ്രായേൽ. വെസ്റ്റ് ബാങ്കിലെ സമ്മേളനത്തിൽ നെതന്യാഹു പരസ്യമായി സമ്മതിക്കുന്നതും ഇതുതന്നെയാണ്. ഗസയുടെ 60% ഇപ്പോൾ തങ്ങളുടെ കയ്യിലാണെന്നും ഇത് 70% ചോരപ്പുഴ ഒഴുക്കാനും മടിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ പച്ചയായ പ്രഖ്യാപനം. ഇനി ഈ അഭൂതപൂർവമായ സ്നേഹത്തിന് പിന്നിലേക്ക്, അതായത് ഇന്നലകളിലേക്ക് അഥവാ ചരിത്രത്തിലേക്ക് ഒന്ന് എത്തി നോക്കാം. അതായത് ഗാന്ധി മുതൽ ഇങ്ങോട്ട് വ്യക്തമായ ഫലസ്തീൻ പക്ഷമുണ്ട് ഇന്ത്യക്ക്. അതാവട്ടെ AB വാജ്പേയി വരെയും നീളുന്നുവെന്നതാണ് പ്രധാന വസ്തുത. അതായത് ഇന്ത്യയുടെ യഥാർത്ഥ പക്ഷം ചേരലല്ല ഇതെന്ന് സാരം. ഭീകരതയ്ക്കും അധിനിവേശത്തിനുമെതിരെ എക്കാലത്തും ശബ്ദമുയർത്തിയ ഇന്ത്യയുടെ ചരിത്രത്തെയാണ് മോദി സർക്കാർ ഇവിടെ ഒറ്റുകൊടുക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ധാർമ്മികമായ ഭീരുത്വമാണ് മോദി കാട്ടുന്നതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തുറന്നടിച്ചു. ഗസയിലെ വംശഹത്യയെയും ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ച നടപടിയെയും അപലപിക്കാൻ പോലും മോദി ഇന്നേ വരെ തയ്യാറായിട്ടില്ല. ഇത് കോടിക്കണക്കിന് വരുന്ന ഇന്ത്യൻ ജനതയുടെ വികാരമല്ല, മറിച്ച് BJP സർക്കാരിന്റെ വ്യക്തമായ ഇരട്ടത്താപ്പാണ്. അന്താരാഷ്ട്ര ഏജൻസികൾ ഗസയിലെ സാധാരണക്കാരുടെ ജീവനായി മുറവിളി കൂട്ടുമ്പോഴും ഈ ക്രൂരതയ്ക്ക് കൈയടിക്കുന്നതാണോ പുതിയ ഇന്ത്യയുടെ നയം? പൂർണ്ണ അഹങ്കാരിയായ ഒരു ഭരണാധികാരിക്ക് ഇന്ത്യയിൽ ഭ്രാന്തൻ ആരാധകരുണ്ടെന്ന് കേൾക്കുന്നത് രാജ്യത്തിന് അഭിമാനമാണോ അതോ അപമാനമാണോ? ഇന്ത്യ പുലർത്തേണ്ട മാനവികതയുടെ മൂല്യങ്ങളെയാണ് ഇവിടെ വിസ്മരിക്കപ്പെടുന്നത് എന്നത് തീർച്ചയാണ്. ഇന്ത്യ മഹാരാജ്യം പടുത്തുയർത്തിയ ഇന്നലകളുടെ രാഷ്ട്രീയ നിർമ്മിതിക്കും നയങ്ങൾക്കും വന്നിട്ടുള്ള മൂല്യച്യുതി എവിടെ ചെന്ന് അവസാനിക്കുമെന്നതാണ് അടുത്ത ചോദ്യം.